ഇന്ത്യൻ റെയിൽവേയിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി റെയിൽവേ ഇപ്പോൾ വിളിച്ചിരിക്കുകയാണ്. റെയിൽവേയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ റെയിൽവേയിൽ കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സീരിയൽ നമ്പർ 01/2026 നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ട്രെയിനൊക്കെ ഓടിക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഏകദേശം 15/5/2026 ഏകദേശം നിങ്ങൾക്ക് 14/6/2026 വരെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇതാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഫീസ് ഉണ്ട്. ഫീസ് അടക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 16/6/2026 എന്തെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ അപേക്ഷയിൽ തെറ്റ് വരികയാണെങ്കിൽ അത് തിരുത്താനായിട്ടുള്ള സമയം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 17 മുതൽ 26/6/2026 വരെ ടൈം നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ലോക്കോ പൈലറ്റ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പോസ്റ്റാണ്. ലെവൽ 2 ആണ് പേ സ്കെയിൽ. 19,900 മുതൽ ശമ്പളം ബേസിക് ശമ്പളമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് ബേസിക് ആണ്. ഇതിൻ്റെ കൂടെ അലവൻസ് ഒക്കെ കൂടി വരുമ്പോൾ ഒരു 40,000 അടുത്തെങ്കിലും ഏകദേശം ഉണ്ടാകും. അതുപോലെ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 11,127 ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ യോഗ്യത, അപേക്ഷാ ഫീസ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം ഇതിന് കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ പരീക്ഷ അതിന് മുമ്പ് ഏജിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 18 to 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാമെന്ന്. അതിൽ SC STക്ക് 5 വർഷത്തെ പ്രായത്തിലുള്ളവും OBCക്ക് 3 വർഷത്തെ പ്രായത്തിലുള്ളവും ലഭിക്കുന്നുണ്ട്. അതായത് SC STക്ക് 35 വയസ്സ് വരെയും OBCക്ക് ഏകദേശം 33 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. കൃത്യമായിട്ടുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും. ജനറൽ EWS OBC വിഭാഗത്തിൽ OBC ക്രിമിലിയർ ആണ്, നോൺ ക്രിമിലിയറിന് വേറെ തന്നെയാണ്. ഈ ഒരു ഡേറ്റ് മുതൽ ഈ ഒരു ഡേറ്റ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ഇനി OBC നോൺ ക്രിമിലിയർ വിഭാഗമാണെങ്കിൽ ഈ ഒരു ഡേറ്റ് മുതൽ ഈ ഒരു ഡേറ്റ് വരെ അപേക്ഷിക്കാം. ഇനി SC ST വിഭാഗത്തിന് ഈ ഒരു ഡേറ്റ് മുതൽ ഈ ഒരു ഡേറ്റ് വരെയും അപേക്ഷിക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കേട്ടോ ഇത്. 2/7/1991 1/7/2008 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് SC STക്ക് അപേക്ഷിക്കാം എന്നാണ് ഉദ്ദേശിച്ചത്. OBCൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജനറലിൻ്റെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ ജനറൽ EWSൻ്റെ അവിടെയും കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ മനസ്സിലാക്കാം. സോ ഇതിൻ്റെ അപേക്ഷാ ഫീസ് 500 രൂപയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ സ്റ്റേജ് 1 നിങ്ങൾ പരീക്ഷ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ 400 രൂപ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറും. അത്യാവശ്യം നല്ല സമയം തന്നെ എടുക്കും തിരിച്ച് കയറാൻ. ഫസ്റ്റ് ഫേസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് കയറുന്നതായിരിക്കും. സോ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഫീസ് ഇവിടെ ഫീസ് അടക്കേണ്ട 500 രൂപ അടക്കേണ്ടത് ആരൊക്കെയാണെന്ന് പറയാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും SC ST ഫീമെയിൽ ട്രാൻസ്ജെൻഡേഴ്സ് ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാവരും എന്ത് ചെയ്യേണ്ടത് ഇവിടെ പറയുന്നത് SC ST അതുപോലെ ഫീമെയിൽ ഉദ്യോഗാർത്ഥികളൊക്കെ 250 രൂപ മാത്രമേ ഫീസ് അടക്കണ്ടൂ. 250 രൂപയാണ് അവർക്ക് ഫീസ് വരുന്നത്. ആ 250 രൂപയും നിങ്ങൾ ഫസ്റ്റ് ഫേസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തിരിച്ചു കയറുന്നതായിരിക്കും. ബാക്കിയുള്ള ആൺകുട്ടികളായിട്ടുള്ള ജനറൽ OBC EWS വിഭാഗത്തിലൊക്കെ പെടുന്ന ആൺകുട്ടികളാണ് 500 രൂപ ഫീസ് അടക്കേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതാണ് ഫീസിൻ്റെ ഒരു സ്ട്രക്ചർ. തിരിച്ചു കയറുന്നതാണ്, റീഫണ്ടബിൾ ആണ്. ബാക്കിയുള്ള പോസ്റ്റ് പോലെയല്ല. ഇപ്പോൾ നമ്മുടെ മറ്റൊരു ഫോറസ്റ്റിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് 1000 ചില്ലാനം രൂപ, 1500+ രൂപയാണ് അവിടെ ഫീസ് വരുന്നത്. പിന്നെ IBൻ്റെയൊക്കെ 650 രൂപയിൽ കൂടുതൽ ഫീസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം പറയലുണ്ട്. അതിൻ്റെ സെലക്ഷൻ മെത്തേഡും പിന്നെ ഓൾ ഇന്ത്യ ലെവലിലായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ ഇതിൻ്റെ നമ്മുടെ ആ ഒരു ഫോറസ്റ്റിൻ്റെ വേക്കൻസി ഉണ്ട്. അപ്പോൾ അതിനൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് അപേക്ഷിക്കണം. പൈസയും കൂടി 1000 രൂപയൊക്കെ നമ്മൾ കൊടുത്ത് അപേക്ഷിക്കുമ്പോൾ നമ്മളെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തയില്ല. പക്ഷേ പ്രിപ്പറേഷൻ ചെയ്യാൻ സമയം കിട്ടും. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ അപ്ലൈ ചെയ്യുക. അല്ല നമുക്ക് ഇതിനോട് തന്നെ ഒരു മടുപ്പ് തോന്നും. നമ്മൾ ഒരുപാട് പൈസ അടച്ച് അപ്ലൈ ചെയ്യുന്നു, നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറയുന്നത്. പക്ഷേ ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ PSC അതുപോലെ SSCക്കൊക്കെ 100 രൂപ ആൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാനുള്ളൂ. അങ്ങനെയുള്ളതൊക്കെ ഞാൻ പറയാറുണ്ട്. എന്തായാലും കൊടുക്കണം, നിങ്ങളൊരു ട്രൈ ചെയ്യണം. നമുക്ക് പരീക്ഷ ഒന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കാനും അടുത്ത പരീക്ഷയിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. പരീക്ഷയെക്കുറിച്ച് മനസ്സിലാക്കി പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടുന്നതായിരിക്കും. എന്തായാലും പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ 500 രൂപ ഫീസ് ഉണ്ട്. അത് റീഫണ്ടബിൾ ആണ്. 400 രൂപ തിരിച്ചു തരും. അപ്പോൾ 100 രൂപ തന്നെയാണ് ഇവിടെ ഫീസ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുകൊണ്ട് യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും അപ്ലൈ ചെയ്യണം. 500 രൂപ ഫീസ് ഉണ്ടെന്ന് കരുതിയിട്ട് 400 രൂപ തിരിച്ചു കയറും. നിങ്ങൾ ആദ്യത്തെ ഘട്ടം എന്തായാലും എഴുതാൻ പോകുന്ന ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. 400 രൂപ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തിരിച്ചു കയറും. 400 എന്ന് പറഞ്ഞാൽ 300 ചില്ലറ, 399 ചെറിയൊരു പൈസ അവർ പിടിക്കും. 398 ചെറിയ പൈസ പിടിക്കും. അപ്പോൾ കൃത്യമായിട്ട് 400 കയറിയില്ലെന്ന് കരുതി പിന്നീട് നിങ്ങൾ പറഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചെറിയൊരു പൈസ അവർ പിടിക്കും. മറ്റേ പ്രോസസ്സിങ് ചാർജ് ആയിട്ട് 2-3 രൂപയൊക്കെ പിടിച്ചിട്ടും കാണാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പം പൈസ റീഫണ്ട് കിട്ടുന്നതാണ്. 100 രൂപയാണ് ഫീസ് വരുന്നത്. SC ST ഫീമെയിൽസിന് ഫീസും ഇല്ലാന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യഘട്ടം പരീക്ഷയാണ് ഇതിന് വരുന്നത്. CBT 1 ഉണ്ടാവും. CBT 1 പാസ്സാകുന്നവർക്ക് സെക്കൻഡ് സ്റ്റേജ് CBT 2, പിന്നെ കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരുന്നുണ്ട്, പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ ടെസ്റ്റ്. ഇതാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ്. അപ്പോൾ ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് ഫേസിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ആവശ്യമാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ തന്നെ നമ്മുടെ
ഇതിൻ്റെ ചാനലിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് ചാനലിൻ്റെയാണ്. അവിടെ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഉള്ള സ്റ്റോർ അവൈലബിൾ ആയിരിക്കും. ആ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്താൽ മതി, അതിൻ്റെ ലിങ്കുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യും. സോ അതിലൂടെ നിങ്ങൾക്ക് ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഉദ്യോഗാർത്ഥികൾ പറയുന്നതിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കിടക്കാം. മിനിമം ക്വാളിഫിക്കേഷൻ 10th ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് കേരളത്തിൽ ഉൾപ്പെടെ ഒഴിവുകൾ വന്നിട്ടുള്ള പോസ്റ്റാണ് കേട്ടോ ഇത്. കേരളത്തിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ട്, കേരളത്തിൽ അപ്ലൈ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ 3 ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മതി. ഒന്ന് ആദ്യം 10ാം ക്ലാസ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം, 10ാം ക്ലാസ് ഉണ്ടായിരിക്കണം, മെട്രിക്കുലേഷൻ അത് പറഞ്ഞു. SSLC പ്ലസ് ITI ഉണ്ടായിരിക്കണം. ITI NCVT ഓർ SCVT ഇൻ ദി ട്രേഡ് ഓഫ് ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്ക് അല്ലെങ്കിൽ മിൽറൈറ്റ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് മെക്കാനിക്ക്, അതും അല്ലെങ്കിൽ മെക്കാനിക്ക് റേഡിയോ ആൻഡ് TV, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്ക്, അല്ലെങ്കിൽ മെക്കാനിക്ക് മോട്ടോർ വെഹിക്കിളാണ് കേട്ടോ, അല്ലെങ്കിൽ വയർമാന്, ട്രാക്ടർ മെക്കാനിക്ക്, അല്ലെങ്കിൽ ആർമേച്ചർ ആൻഡ് കോയിൽ വിൻഡർ എന്ന് പറയുന്ന ഈ ഒരു ട്രേഡ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ മെക്കാനിക് ഡീസൽ ഉണ്ടെങ്കിൽ, പിന്നെ ഹീറ്റ് എഞ്ചിൻ ഉണ്ടെങ്കിൽ, പിന്നെ ടർണർ, പിന്നെ മെഷീനിസ്റ്റ്, പിന്നെ റിഫ്രിജറേഷൻ ആൻഡ് AC, എയർ കണ്ടീഷണർ, AC അതാണ് ഉദ്ദേശിച്ചത്, എയർ കണ്ടീഷണർ മെക്കാനിക്ക്. ഇതിൻ്റെയൊക്കെ ITI സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ പഠിച്ച ട്രേഡ് ഇതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. ഞാൻ ഈ വായിച്ചു തരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ 10ാം ക്ലാസ് ആ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതില്ല, നമ്മൾ അപ്രന്റീഷിപ്പിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. പരീക്ഷയില്ല, ഇന്ത്യൻ റെയിൽവേയിൽ അവസരം എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള അപ്രന്റീഷിപ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ത് മതി, 10ാം ക്ലാസ് എന്തായാലും നിങ്ങളുടെ കയ്യിലുണ്ടാവും. 10ാം ക്ലാസ്സിൻ്റെ കൂടെ അങ്ങനെ അപ്രന്റീഷിപ്പ് റെയിൽവേൻ്റെ കീഴിൽ ഈ പറഞ്ഞ ട്രേഡുകളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതും അല്ലെങ്കിൽ ഈ പറഞ്ഞ 2 യോഗ്യത നിങ്ങൾക്കില്ല എന്നാണെങ്കിൽ മറ്റൊരു യോഗ്യത 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 10ാം ക്ലാസ്സിൻ്റെ കൂടെ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, അതുപോലെ കോമ്പിനേഷൻ ഓഫ് വാരിയസ് സ്ട്രീംസ് ഓഫ് ദീസ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ഉണ്ടെങ്കിലും, ഇതിൻ്റെ എല്ലാം കോമ്പിനേഷനിലുള്ള എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനുള്ള ഡിപ്ലോമ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതും ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് BTech ഒക്കെ പോലുള്ള ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സിമിലർ മേഖലയിലുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ ഉയർന്ന യോഗ്യത ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് യോഗ്യത വ്യക്തമായെന്ന് കരുതുന്നു. ഇനി ഓരോരോ സ്ഥലത്തുള്ള വേക്കൻസീസ് ആണ് കേട്ടോ, ടോട്ടൽ വേക്കൻസീസ് ആണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വലിയ ഒഴിവുകളുടെ നമുക്ക് നോക്കാം. 400 ഒഴിവ് ഭോപ്പാൽ പറഞ്ഞ് കാണാൻ സാധിക്കുന്നതാണ്. 800 ചില്ലാനം ഒഴിവ് ഭുവനേശ്വറിൽ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ 344 ഒഴിവുകൾ ഇവിടെ വന്നത് കാണാൻ സാധിക്കുന്നതാണ്. കൊൽക്കത്തയിൽ ER റീജിയനിൽ വന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ 400 ചില്ലറ SCRൽ വന്നത് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ 1078 ഒഴിവ് മുംബൈ CR റീജിയനിൽ വന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ തിരുവനന്തപുരത്തിലേക്ക് തിരുവനന്തപുരത്തിലേക്ക് കാണാൻ സാധിക്കും 64 ഒഴിവുകൾ അവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ മൊത്തമാണ് നമുക്ക് ഏകദേശം 11,127 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ കേരളത്തിൽ ഉൾപ്പെടെ ഒഴിവുകളുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം കേട്ടോ. അപേക്ഷിക്കാനുള്ള ലിങ്കും അപേക്ഷിക്കുന്ന സ്ഥലത്ത് ഈ നോട്ടിഫിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് തരാമെന്നും കൂടി പറഞ്ഞുതരാം. സോ ഇതാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേൻ്റെ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ ആദ്യം നിങ്ങൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് ലോഗിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ വെബ്സൈറ്റ് തന്നെ അപ്ലൈ ചെയ്യാൻ കാരണം 500 രൂപ ഫീസൊക്കെ അടക്കുന്ന പല ഫേക്ക് ഉടായ്പ വെബ്സൈറ്റും ഉണ്ട്. റെയിൽവേൻ്റെ അതേ സിമിലർ മെത്തേഡിൽ ഉണ്ടാക്കി വെച്ചിട്ട് പൈസ തട്ടിക്കാനുള്ള വെബ്സൈറ്റുകളുണ്ട്. അപ്പോൾ അതിലേക്ക് പോയി ചാടാതിരിക്കാൻ നേരത്തായ ഡിസ്ക്രിപ്ഷനിൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഞാൻ നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ പോയിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഇന്ത്യൻ റെയിൽവേയുടെ വെബ്സൈറ്റിൻ്റെ നെയിമൊക്കെ അറിയാമെന്നാണെങ്കിൽ rrbapply.gov.in കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് URL എടുത്ത് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തായാലും അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കിട്ടും. ഇവിടെ അപ്ലൈ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നേരത്തെ പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അപ്ലൈൻ്റെ ലോഗിൻ ചെയ്യേണ്ട ഓപ്ഷനിലത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പിന്നെ നമ്മുടെ വാട്സപ്പ് ചാനൽ സ്റ്റഡി മെറ്റീരിയലിന് ആവശ്യമായിട്ടുള്ള വാട്സപ്പ് ചാനലുണ്ട്, അതിൻ്റെ ലിങ്ക് ഇതായുണ്ട്. ജോയിൻ ചെയ്യേണ്ടവർക്ക് ജോയിൻ ചെയ്ത് നിൽക്കാം. അവിടെ നമ്മൾ PDF മെറ്റീരിയൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പം നിലവിൽ നമ്മുടെ മറ്റുള്ള കുറച്ച് സേനകളുടെ CRPF പോലുള്ളതും അതുപോലെ കേരള PSCൻ്റെയൊക്കെ മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഇതിൻ്റെ എക്സാം നടക്കാൻ ഇനിയും നല്ല സമയമുണ്ട്. അപ്പോൾ അതിനുള്ളിൽ തന്നെ നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു.